അപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ആക്കിയെടുത്താലാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിൽക്കുകയുള്ളൂ. കാരണം ഇത് മറ്റുള്ള ഫേസ് പാക്ക് പോലെയല്ല. ഉലുവ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കണം. ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉലുവ ഫേസ് പാക്കാണ്. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയും എന്നറിയില്ല. പക്ഷേ ഏറ്റവും ഫലപ്രദമായതും നല്ല ശാരീരികമായിട്ട് അകത്തേക്കും പുറത്തേക്കും പറ്റുന്ന ഒരു സാധനമാണ് ഉലുവ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും പൊടിച്ച് വെച്ചത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം ഗുണമുണ്ടെന്ന്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഫുള്ളും പൊടിച്ച് വെച്ചത്. ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് ഫേസ് പാക്ക് പിറ്റേ ദിവസം അരച്ചിട്ടുണ്ടാക്കാനും പറ്റും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് അതിന് വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഞാൻ പൊടിച്ച് വെച്ചതുകൊണ്ട് എത്രത്തോളം അത് യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് അത്ര യൂസ്ഫുൾ അല്ലെങ്കിൽ ഞാൻ ഇത്രയും പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിലേക്ക് അത് ആവശ്യത്തിന് നമുക്ക് എത്രയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാൾക്കാണെങ്കിൽ ഒരു 1/2 സ്പൂണ് ഉലുവാപ്പൊടിയൊക്കെ മതിയാവും. പിന്നെ അതിൽ അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണ് അരിപ്പൊടി ഇടുക. പിന്നെ ഒരു നുള്ള് കസ്തൂരി മഞ്ഞളിടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയും ആക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കിയ അപ്പോൾ തന്നെ തേക്കണ്ട. കുറച്ച് നേരം ഒന്ന് വെച്ച ശേഷം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. മുഖസൗന്ദര്യത്തിന് ഉലുവ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ. ചർമ്മത്തിലെ പല പ്രശ്നങ്ങൾക്കും ലളിതമായ പരിഹാരമായി ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഉലുവയുടെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും ചർമ്മത്തിലെ കറുത്ത പാടുകളും കരിവാളിപ്പും മാറ്റി മുഖത്തിന് പ്രകൃതിദത്തമായ തിളക്കമാണ് നൽകുന്നത്. പിന്നെ ചർമ്മത്തിലെ കോശങ്ങളെ പുതുക്കാനും ചുളിവുകൾ വീഴുന്നത് തടയാനും ഉലുവ സഹായിക്കും. ഇത് ചർമ്മത്തിന് ഇലാസ്തികത നൽകി യുവത്വം നിലനിർത്തും. മുഖത്തെ അമിതമായ സെബം ഉത്പാദനം കുറയ്ക്കാനും സുഷിരങ്ങൾ വൃത്തിയാക്കാനും ഉലുവ വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ കുറച്ച് പാല് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഫേസ് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ട് മൈൽഡായിട്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നത് പോലെയാണ്. ഫേസ് ക്ലെൻസ് ചെയ്യുന്ന പോലെ എടുക്കാം. പിന്നെ ഈ പാല് ഒക്കെ തേച്ച ശേഷം കഴുകി കളയൊന്നും വേണ്ട കേട്ടോ. അത് കഴുകി കളയാതെ തന്നെ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം പാല് തന്നെയല്ലേ, നമ്മൾ പാലിൽ തന്നെയാണല്ലോ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുകയാണ്. ആ ഫേസ് കഴുകാതെയും തുടക്കാതെയും അതേപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ് പാക്കിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ള ഫേസ് പാക്ക് പോലെ പെട്ടെന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അരിപ്പൊടിയും കൂടി ചേർത്തി കൊടുത്തത്. പിന്നെ അരിപ്പൊടി നല്ലൊരു ഫേസ് പാക്കാണ്. ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാലും പോലെ അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് അരിപ്പൊടി. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ അങ്ങോട്ട് സെറ്റ് ആവണില്ല. അപ്പോൾ ഞാനത് കണ്ണാടിയിൽ നോക്കിയിട്ട് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ഞാനത് നിങ്ങളുടെ നേരെ തന്നെ ലൈവായിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ ഞാൻ കഴുകിയിട്ട് വന്ന് കാണിക്കല ചെയ്യുക. ഇന്ന് ഞാൻ നേരിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഫേസ് പാക്ക് കഴുകുന്ന പോലെ ഇത് പെട്ടെന്ന് പോവില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ത്യാഗങ്ങൾ സഹിച്ചു ഞാനതൊക്കെ റെഡിയാക്കി കഴുകിയിട്ടുണ്ട്. കുറച്ച് തണുത്ത വെള്ളത്തിലാണ് ഞാൻ കഴുകുന്നത്. അപ്പോൾ നല്ല സുഖമുണ്ട് കഴുകുമ്പോൾ തന്നെ. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾ നേരിട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ അവസാനത്തെ റിസൾട്ട്. അപ്പോൾ
ഒരു ദിവസം ചെയ്തപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഫേസ് പാക്കൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒരു വേറെ ലെവലായിരിക്കും. ഇപ്പോൾ ഈ ഫേസ് പാക്ക് എല്ലാ ദിവസമൊന്നും ഏത് ഫേസ് പാക്കും ഇടരുത്. ചില ഫേസ് പാക്ക് മാത്രമേ എല്ലാ ദിവസവും ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഫേസ് പാക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തോളൂ. ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഞെട്ടിക്കുന്ന അടിപൊളി റിസൾട്ടാണ്, സ്വർണം പോലെ. അപ്പോൾ ഓക്കെ, ബായ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.